കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്ത യുവാക്കൾ ഏറ്റെടുത്ത ഒരു സമൂഹമാധ്യമ അക്കൗണ്ടായിരുന്നു, ഒരു ആക്ഷേപഹാസ്യ എന്ന രീതിയിൽ വന്ന അക്കൗണ്ടായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടേത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം എന്തായാലും ഈ എക്സ് അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് പിന്നാലെ പാർട്ടി സ്ഥാപകന് അഭിജിത്ത് ദീപ്കയ്ക്ക് നേരെ വധഭീഷണിയും ഉണ്ടായിരിക്കുകയാണ്. BJP പ്രവർത്തകരിൽ നിന്നാണ് സ്ഥാപകനായ അഭിജിത്ത് ദീപ്കയ്ക്ക് ഭീഷണി സന്ദേശമെത്തിയത്. അതേസമയം രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയായതിനാലാണ് ഈ അക്കൗണ്ട് വിലക്കിയതെന്നാണ് കേന്ദ്രത്തിന്റെ ന്യായീകരണം. എന്നാൽ യുവാക്കളുടെ പ്രതിഷേധത്തെയും രോഷത്തെയും രാജ്യദ്രോഹമായി കണക്കാക്കുന്നത് ഫാസിസ്റ്റ് രീതിയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. വാട്സപ്പിലൂടെയാണ് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയ്ക്ക് ഭീഷണി സന്ദേശമെത്തിയത്. അക്കൗണ്ട് ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ ആക്രമിക്കുമെന്നും വധിക്കുമെന്നുമാണ് ഭീഷണി. അക്കൗണ്ട് നീക്കിയാൽ പണം നൽകാമെന്നും വാഗ്ദാനമുണ്ട്. BJP പ്രവർത്തകരിൽ നിന്നെത്തിയ ഭീഷണി സന്ദേശം തന്റെ എക്സ് അക്കൗണ്ട് വഴിയാണ് അഭിജിത്ത് ദീപ്കെ പുറത്തുവിട്ടത്. എക്സിലെ പുതിയ അക്കൗണ്ടിന് 24 മണിക്കൂറിനകം 1.5 ലക്ഷം പേരുടെ പിന്തുണ ലഭിച്ചതിന് പിന്നാലെയാണ് ഭീഷണി. ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ മകൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ദീപ്കയുടെ മാതാപിതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം CJPയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ യുവാക്കൾ അസംതൃപ്തരാണ്. അവരുടെ രോഷത്തെയും പ്രതിഷേധത്തെയും രാജ്യദ്രോഹമായി വ്യാഖ്യാനിക്കുന്നത് ഫാസിസ്റ്റ് രീതിയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ രൂപത്തിലുള്ള സറ്റയർ രൂപത്തിൽ വരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്നാൽ ഇതുപോലുള്ള നടപടികളെ രാജ്യദ്രോഹപരമായിട്ടുള്ള രീതിയിൽ കണ്ട് അവരുടെ അക്കൗണ്ടുകൾ പൂട്ടുക എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് സംവിധാനത്തിന് ചേരുന്ന നടപടിയാണ്. അതേസമയം CJPയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് പൂട്ടിടാനും കേന്ദ്രം നീക്കം നടത്തുന്നതായാണ് റിപ്പോർട്ട്. 20 ലക്ഷത്തോളം പേരാണ് CJPയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.